സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് അതിഥികളുടെ പ്രത്യേക അഭ്യർത്ഥന. കഷ്ടി ഒരു 2 മിനിറ്റേ ഉള്ളൂ. ആദ്യം ശ്രീ കുഴൽനാടൻ, വേഗം. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഈ സാമ്പത്തിക നയവും മോണിറ്ററി പോളിസിയും തമ്മിൽ മിക്സ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇവിടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ ഡീമോണിറ്റൈസേഷൻ എന്ന പോളിസി മോഡി കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ BJP കൊണ്ടുവന്ന പുതിയൊരു സ്ട്രാറ്റജിയാണെന്ന് ധരിക്കരുത്. നമ്പർ ഓഫ് ടൈംസ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രപ്പോസലാണ്. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന നേട്ടവും അതിനുവേണ്ടി 120 കോടി ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസവും പ്രോസ് ആൻഡ് കോൺസ് വേ ചെയ്ത് നോക്കിയപ്പോൾ അത് ബുദ്ധിപരമല്ല, വിസ്ഡം അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് UP അടക്കം ഉള്ള ആ നയങ്ങളിലേക്ക് പോകാറുണ്ട്. തന്നെയല്ല 2005 വരെയുള്ള മുഴുവൻ കറൻസിയും UPA സർക്കാർ ഈ മാർക്കറ്റിൽ റീപ്ലേസ് ചെയ്തത് നമ്മളാരും അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, ഇനി അഥവാ ഡിമോണിറ്റൈസേഷൻ പോവുകയാണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് ഒരു പ്രയാസവും ഇല്ലാതെ ആ കാര്യം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആ എഫിഷ്യൻസി ആയിരുന്നു ഗവൺമെന്റ് എടുക്കേണ്ടത്. അല്ലാണ്ട് ഈ പോളിസി മോഡിയുടെ അഡ്വാൻറ്റേജ് ആണ് അല്ലെങ്കിൽ മോഡിയുടെ കണ്ടുപിടുത്തമാണ് എന്നത് പ്രസന്റ് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് ഗവൺമെന്റ് നരേന്ദ്രമോദി ഈ കാര്യത്തിൽ ഇപ്പോൾ നമ്മളിനി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞത്, അതായത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അവരെ ഇന്ന് ഇതിൻ്റെ ഭാരങ്ങൾ ചുമക്കുകയും ഇവിടുത്തെ ഒരു വളരെ ചെറിയ ഇവിടുത്തെ ശതകോടീശ്വരന്മാരായിട്ടുള്ള വിഭാഗങ്ങൾ ഇതിൻ്റെ എല്ലാ നേട്ടങ്ങളും ആസ്വദിക്കുകയും ചെയ്യുന്നതിന് കൂടുതൽ സഹായകരമാകുന്ന ഇവിടുത്തെ നികുതി വെട്ടിപ്പുകാരെയും ഇവിടുത്തെ കള്ളക്കടത്തുകാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളാണെന്ന് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു തുടക്കമല്ലേ? കുറഞ്ഞ പക്ഷം 10 മാസമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ 3 പോയിന്റുകൾ ഒറ്റ വാചകത്തിൽ. ഒന്ന്, ഈ പറഞ്ഞതുപോലെ NPAയും പുറത്തേക്ക് പോകുന്ന പണവും. 2, ഈ കഴിഞ്ഞ 3 മാസം എന്തുകൊണ്ട് ഈ പുറത്തേക്കുള്ള പണത്തിന് ലിബറലൈസേഷൻ കൂട്ടി? ഞാൻ അതിൻ്റെ കണക്കിലേക്കൊന്നും പോകുന്നില്ല. മൂന്നാമത്തെ കാര്യം, 2000-ൻ്റെ നോട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് അത് ഇടാനുള്ള അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇട്ട് നോക്കിയെന്നൊക്കെ പറഞ്ഞാൽ ഒരു സാമാന്യ എഞ്ചിനീയറായ ഒരു ആശാരിക്ക് പോലും പറയാൻ പറ്റും, എഞ്ചിനീയർ ഒന്നും ആവണ്ട. കാരണം ഇത് ഇടുന്നതിന് മുമ്പ് ഇതിന് ഈ ട്രെയിൽ കയറുമെന്നറിയാൻ ഈ രണ്ടും ഇത് അടിച്ചു കഴിഞ്ഞിട്ട് വേണം ആലോചിക്കാൻ. ട്രെയിൽ ഇത് കയറില്ല എന്നറിയാൻ ഈ നോട്ട് അടിച്ചിട്ടാണോ അറിഞ്ഞ്? ഇത്രയും ഇത് അനവധാനതയല്ല. ജനങ്ങളുടെ പണം തങ്ങളുടെ ബാങ്കിൽ വരാനാണ്. മറ്റു രീതിയിൽ നഷ്ടപ്പെട്ട പണം ജനങ്ങൾ ഈടാക്കണം. മാത്രമല്ല, ഒരു കാര്യം രമേശ് പറഞ്ഞെനിക്ക് വിയോജിപ്പുണ്ട്. 500 രൂപ വന്നാൽ ഇനി തിരക്ക് കുറയും ബാങ്കിൽ. അത് ഇതുകൊണ്ടല്ല, ഒരാഴ്ച എടുക്കാവുന്ന പണത്തിന് ലിമിറ്റ് ഉണ്ട്. ശരിയാണ്. ഒരു മാസം എടുക്കാവുന്ന. അവസാനമായി ശ്രീ ജോസഫ് മാത്യു കുഴൽനാടൻ പറഞ്ഞത് ശരിയുമാണ്. അതെ, ഒരു തരത്തിലും അക്കൗണ്ടബിൾ ട്രാൻസാക്ഷനിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു നീക്കമല്ല, പകരം അൺഅക്കൗണ്ടബിൾ ട്രാൻസാക്ഷനെ കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നൊരു നീക്കമാണ്. അതുകൊണ്ട് രണ്ടാമതൊരു ക്ലീനപ്പിൻ്റെ ഒരു എഫക്റ്റ് ഇതിനുണ്ടെങ്കിലും അത് ചെയ്യാനായിട്ട് ഇങ്ങനെ മുഴുവൻ സ്റ്റാൻഡ് സ്റ്റില്ലിൽ കൊണ്ടുവന്ന് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലീനപ്പിന് കിട്ടുന്നൊരു ബെനിഫിറ്റിന് വേണ്ടി 12,000 കോടിയുടെ പ്രിൻറ്റിംഗ് കോസ്റ്റ്, രൂപയുടെ അന്താരാഷ്ട്ര വിപണിയിലുള്ള വളരെ ഒരു ക്രെഡിബിലിറ്റി ലോസ്, ഏതാണ്ടൊരു ഇപ്പോൾ 50 ദിവസമെന്ന് പ്രധാനമന്ത്രി പറയുന്നു, ഏതാണ്ട് ഒരു 6 മാസം വരുന്ന ഒരു എക്കണോമിക് സ്ലോ ഡൗൺ, ഇത് 3 കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമോ എന്ന് പോലും ഞാൻ സംശയിക്കും. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.